തൃശൂരിലേക്ക് വന്നാൽ തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര കോഴ ആരോപണവുമായി കൗൺസിലർ ലാലി ജെയിംസ് ഇന്ന് രംഗത്ത് വന്നു. ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കിയത് പണം വാങ്ങിയാണെന്നാണ് ആരോപണം. ഇവിടെ ഗ്രൂപ്പില്ല പാർട്ടിയിൽ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പണിയെടുത്ത ആളുകളാണ്. ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴെങ്കിലും പാർട്ടിയുടെ മുൻനിരയിൽ വൈറ്റ് കോളറായി നടന്നു എന്നല്ലാതെ ഏതെങ്കിലും സമരമുഖങ്ങളിലോ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനമോ ഈ തൃശ്ശൂർ ജനത കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കാം. 3 ദിവസം മുമ്പ് നിജിയും ഭർത്താവും 2 പേരും അടങ്ങുന്ന ഒരു വണ്ടി പെട്ടിയുമായി നടക്കുന്ന കണ്ടു. അതിൽ ലാലിയുടെ മേയർ സ്ഥാനം തട്ടിപ്പോകുമോ എന്ന് എന്നെ ആൾക്കാർ വിളിച്ചു ചോദിക്കുക. ഞാൻ പറഞ്ഞു, പെട്ടിയിൽ മുണ്ടാണോ കാശാണോ സാരിയാണെന്നോ എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള വ്യക്തത ഞാൻ DCC പ്രസിഡന്റിനോടടക്കം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ 27 വർഷത്തെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ മറുപടി നൽകി. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒരു വശത്ത്, അതിൻ്റെ കൂടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെല്ലാം തൃശ്ശൂർക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിവാദങ്ങളിലൊന്നും നമ്മൾ പകയ്ക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു, 27 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് നേതൃത്വമാണ്. 4 തവണ കൗൺസിലറാകാൻ ലാലി ജെയിംസ് ആർക്കാണ് പണം നൽകിയതെന്ന് വ്യക്തമാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മേയറിന് കാശ് മേടിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണേനും മേടിച്ചൂടെ? അപ്പോൾ അവരാർക്കാണ് ഈ 4 പ്രാവശ്യം പെട്ടി കൊടുത്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. അപ്പോൾ പാർട്ടിയുടെ മാനദണ്ഡം അവർ പറയുന്നു, അവർ പാവപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഞങ്ങളുടെ മാനദണ്ഡം. ഇപ്പം ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ മാനദണ്ഡം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പാർലമെന്ററി പാർട്ടി തീരുമാനമാണ്. അതെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് KPCCയിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ മുതിർന്ന ഭാരവാഹികളോടാണ്, മുകളിലുള്ള ഭാരവാഹികൾ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി തീരുമാനമാണ്. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ ചാവളപ്പിൽ, തൃശൂർ കോർപ്പറേഷൻ പിടിച്ചു. അത് 10 വർഷത്തെ കാത്തിരിപ്പാണ് അവസാനിച്ചത്. പക്ഷേ അതിനുശേഷം അടി പൊട്ടുകയാണല്ലോ. സുജിയ, തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിനുണ്ടായ വൻ വിജയത്തിന്റെ പ്രഭകെടുത്തുന്നതായി സത്യത്തിൽ ഇന്ന് ഉയർന്ന ആരോപണം. അതും ചെറിയ ആരോപണമല്ല, ഗുരുതരമായ അഴിമതി ആരോപണമാണ്. മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റു എന്നതാണ് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന തൃശൂർ ജില്ലയിലെ നേതാക്കൾ ചെയ്തതെന്ന് ലാലി ജെയിംസ് ആരോപിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം കൂടി കോൺഗ്രസിന് വന്നിരിക്കുന്നു. പക്ഷേ അത്ര ഗൗരവമായൊന്നും ഈ ആരോപണം കോൺഗ്രസ് എടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ തുടർ പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ലാലി ജെയിംസ് തുടർ ആരോപണങ്ങളുമായി രംഗത്ത് വന്നാൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അതേസമയം തന്നെ 33 കൗൺസിലർമാരുമായി അധികാരത്തിലേക്ക് വന്ന കോൺഗ്രസ് പക്ഷേ മേയർ വോട്ടെടുപ്പിൽ 35 ഉയർത്താൻ കഴിഞ്ഞു എന്നത് ഒരു ആശ്വാസമാണ്, കോൺഗ്രസിന്റെ വിജയമാണ്. കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളും അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മറ്റൊരാളും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി കോൺഗ്രസിന് ആത്മവിശ്വാസവും സന്തോഷം വർദ്ധിച്ചെങ്കിലും പക്ഷേ ഈ അഴിമതി ആരോപണത്തിന് വ്യക്തമായ മറുപടി നൽകേണ്ടി വരും, അല്ലെങ്കിൽ ലാലി ജെയിംസിനെതിരെ നടപടി എടുക്കേണ്ടി വരും. എന്താണ് സംഭവിക്കുകയെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. സുജയ, താങ്ക് യു ജെയ്സൺ. അപ്പോൾ നടപടിയെടുത്താൽ പലതും താൻ പറയുമെന്ന് ലാലി ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നടപടി എടുക്കാതിരിക്കുമോ? നടപടി എടുത്ത ശേഷം ലാലി എന്തെങ്കിലും പറയുമോ എന്നറിയാൻ നമുക്ക് നാളത്തേക്ക് കാത്തിരിക്കാം.